ഈ ഭൗതിക ലോക ജീവിതം രണ്ടു അറയുടെ ഇടയിലുള്ള പ്രകാശപൂരിതമായ അന്തരീക്ഷമാണ്. അനന്തമായ ലോകത്തു നിന്ന് ജനനമെന്ന കവാടത്തിലൂടെ ഈ ഭൗതിക ലോകത്തേക്ക് പ്രവേശിക്കുകയും മറ്റൊരു അനന്തതയിലേക്ക് മരണമെന്ന കവാടത്തിലൂടെ പുറത്തു കടക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള എണ്ണിയാൽ കണക്കാക്കാവുന്ന ദിനരാത്രങ്ങളാണ് ഇവിടെയുള്ള ജീവിതം എന്ന് പറയുന്നത്. നാം ആരും തീരുമാനിച്ചപ്പോഴല്ല ഇങ്ങോട്ട് വന്നത്, തീരുമാനിക്കുമ്പോഴല്ല ഇവിടുന്ന് യാത്ര പോകുന്നത്. ഏത് സമയവും റബ്ബ് നമ്മെ തിരിച്ചു വിളിക്കുമ്പോൾ പോവേണ്ടവരാണ്. എന്നാൽ ഈ ഭൗതിക ലോകത്തെ തുച്ഛമായ പ്രയാണ കാലയളവ് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരോ അവർക്കാണ് പാരത്രിക ലോക വിജയം നേടാൻ കഴിയുക. ഇത് പ്രവർത്തനത്തിൻ്റെ ലോകമാണ്. നമുക്കൊരു പ്രതിഫലത്തിൻ്റെ ലോകം വരാനുണ്ട്. ഈ പ്രവർത്തന മേഖലയിൽ എന്തു ചെയ്യണം, ഏത് രൂപത്തിൽ വർത്തിക്കണം, ഏത് രൂപത്തിൽ ചലനങ്ങളെ ക്രമീകരിക്കണം, ആ നിയമ സംഹിതയാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ആ ദീനുൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന മഹിതമായ ദർശനത്തിന്റെ മറ്റൊരു പ്രയോഗമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പ്രയോഗത്തിന്റെ ഷോർട്ട് ഫോമാണ് സുന്നി. പഴയകാലത്ത് 997 അല്ലെങ്കിൽ 95 കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ ഫോൺ സാർവത്രികമായി വീടുകളിൽ വരുന്നതിൻ്റെ മുമ്പ് നാട്ടിലേതെങ്കിലും ഒരു വീട്ടിലാണ് ഫോൺ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളാ ഭാഗത്തൊക്കെ പറയാറുള്ളത് നിങ്ങൾക്കൊരു PP ഉണ്ട് എന്ന് പറയും. ഒരു ഫോൺ ഉണ്ട് എന്നുള്ളതിന് PP എന്ന് പറഞ്ഞാൽ പോയി പറയുക. അപ്പം അങ്ങനെ പല നിലക്കുള്ള ഷോർട്ട് ഫോമുണ്ട്. ആ ഷോർട്ട് ഫോമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഷോർട്ട് ഫോമാണ് സുന്നി. ഫൽ കാമിലു അൽ മുത്തബിഉ ഹുവ സുന്നിയു. ആചാര അനുഷ്ഠാന കർമ്മ വിശ്വാസ രംഗങ്ങളിൽ കൃത്യമായ നിലപാടോടുകൂടെ ജീവിതം ക്രമീകരിക്കുന്നത് സുന്നികൾ മാത്രമാണ്. ഇസ്ലാം 3 മേഖലയിലൂടെയാണ്: ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, ഉസൂൽ, ഫുറൂഅ്, അഖ്ലാഖ്, ആദർശം, അനുഷ്ഠാനം, സംസ്കാരം. ഇങ്ങനെ 3 രൂപത്തിലാണ്. അനുഷ്ഠാനം കൊണ്ട് മാത്രം ഒരാൾക്ക് വിജയിക്കാൻ കഴിയൂല. ആദർശം ഭദ്രമാക്കിയത് കൊണ്ട് മാത്രമായില്ല. അനുഷ്ഠാനവും ആദർശവും പാരസ്പര്യ അറ്റാച്ച്മെന്റോട് കൂടെ പോവണം. നമുക്കറിയാം, ലോകത്ത് പല ദർശനങ്ങളുണ്ട്, പല ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്. ലോക മുസ്ലിമീങ്ങൾ മതഭ്രഷ്ടരായി കാണുകയും മുസ്ലിമായി അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഖാദിയാനി വിഭാഗം. ലാഹോരികൾ, പഞ്ചാബികൾ, തിമർപൂരികൾ 3 ഗ്രൂപ്പായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് എല്ലാത്തിലുമുണ്ട്. നമ്മുടെ ബ്ലഡിൽ വരെ ഗ്രൂപ്പുണ്ട്. അവ ലാഹോരികൾ, പഞ്ചാബികൾ, തിമർപൂരികൾ എന്നീ 3 ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഖാദിയാനി വിഭാഗത്തെ ലോക മുസ്ലിമീങ്ങൾ യഥാർത്ഥ മുസ്ലിമായി കാണുന്നില്ല. അവരെ അഹ്മദിയ മുസ്ലിം എന്ന് പറഞ്ഞ് അവർ തന്നെ അങ്ങനെയാണ് അറിയപ്പെടാറുള്ളത്. നിസ്കാരത്തിന്റെ കുറവുണ്ടോ? ഇല്ല. നോമ്പെടുക്കാതിരിക്കുന്നവരാണോ? അല്ല. വിത്ർ നിസ്കാരം തുടർച്ചയായി 3 ദിവസം ഒഴിവാക്കിയാൽ അവരുടെ മകൾക്ക് നിക്കാഹിന് കാർമ്മകത്വം വഹിക്കാൻ വലിയന്റെ വിലായത്ത് നഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നവരാണ്. ആ നിലക്കുള്ള വിഭാഗത്തിന് എന്ത് സംഭവിച്ചു? അനുഷ്ഠാനവും ആദർശവും രണ്ടും 2 ധ്രുവങ്ങളിലൂടെയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ വ്യവസ്ഥാപിത വിഘടിതമായ സംഘടന
ഹറൂരിയ എന്ന് പറയുന്ന ഖവാരിജി വിഭാഗത്തിലെ മെയിൻ പാർട്ടികളാണ്. 20 ഗ്രൂപ്പായി അവർ തിരിഞ്ഞു. പിന്നീട് അതൊരുപാട് ഉപ പാർട്ടികളായി മാറി. ഈ ഹറൂരിയ വിഭാഗത്തിന്റെ നേതാവ് അബ്ദുറഹ്മാൻ ഇബ്നു ഹറൂറ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഹറൂറ എന്ന് പറയുന്ന വ്യക്തിയെ നിരീക്ഷിക്കാൻ വേണ്ടി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പറഞ്ഞയച്ച ചരിത്രം കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോൾ അവരിലെ മെയിൻ ആളുകൾ ഒരുമിച്ച് കൂടുകയും അവരെ നേതാവ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നീ എത്ര നിസ്കരിച്ചു, എത്ര ഖുർആൻ ഓതി, എത്ര ദിവസം ഈ മാസം സുന്നത്ത് നോമ്പെടുത്തു, ഈ നിലയ്ക്ക് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. ഇത്ര നല്ല വിഭാഗത്തിനെ എന്തിനു വിമർശിക്കണം? കൃത്യമായി വാങ്ക് വിളിച്ചാൽ ഷട്ടർ താത്തുന്നവരാണ്, കൃത്യമായി നോമ്പെടുക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, എല്ലാം നിർവഹിക്കുന്ന ഈ വിഭാഗത്തിനെ എന്തിനു വിമർശിക്കണം? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് അവിടുന്ന് കണ്ട സംഭവങ്ങളെല്ലാം വിശദീകരിച്ചതിന്റെ ശേഷം ചോദിച്ചു, മാ ബാലു അഹ്വാലി ഹൗല, ഈ വിഭാഗത്തിന്റെ അവസ്ഥകൾ എന്താണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉലൈകഹും ശിറാറുൽ ഖൽഖ് യുസല്ലൂന വിർദൻ വയസൂമൂന സർദൻ വയഖറഊനൽ ഖുർആൻ ലാ യതജാവസു തറാഖിയഹും ബൽ യുറദ്ദു അലൈഹിം അഅമാലഹും ലിഅന്ന ഫീ ഖുലൂബിഹിം ഖിലാഫ മാ ഫീ അഫ്ആലിഹിം. അവർ നിസ്കരിക്കുന്നുണ്ടാവാം, നോമ്പെടുക്കുന്നുണ്ടാവാം, ഹജ്ജ് ചെയ്യുന്നുണ്ടാവാം, വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നുണ്ടാവാം, എന്നാൽ റബ്ബ് ഖബൂലാക്കൂല. എന്താണ് റിസീവ് ചെയ്യാതിരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? ലിഅന്ന ഫീ ഖുലൂബിഹിം ഖിലാഫ മാ ഫീ അഫ്ആലിഹിം, അവരുടെ ഉള്ളിലുള്ള വിശ്വാസവും അവരുടെ പുറത്തുള്ള പ്രകടനങ്ങളും രണ്ടും രണ്ട് വഴിക്കാണ്. എന്താണ് അവർക്കുള്ള പ്രശ്നം സംഭവിച്ചത്? ഒരു വ്യക്തിക്ക് ഹിദായത്ത് ലഭിക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നതാണ്. നിങ്ങൾ നോക്ക്, നിസ്കരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ റബ്ബിനോട് ചോദിച്ചത്, അല്ലാഹുവേ നേരായ മാർഗത്തിലൂടെ നയിക്കണേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇനിയൊരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളാണോ, അയാൾ കൈ ഇങ്ങനെയായിരിക്കും കെട്ടിയിരിക്കുക, ട്രാൻസ്ഫോമറിന്റെ മുകളിൽ കാണുന്ന ചിഹ്നം പോലെ, ഓക്കെ ഡേഞ്ചർ. എന്നാലും അയാളും ചോദിക്കുന്നത് എന്താണ്? അല്ലാഹുവേ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ സുഹൃത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവേ ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്നാണ്. എല്ലാവരും ചോദിക്കുന്നത് ഒരേ മാറ്ററാണ്. എല്ലാവരുടെയും പ്രയർ ഡയറക്ഷൻ ഹെഡ് ഓഫ് യൂണിവേഴ്സലി, പ്രപഞ്ചത്തിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശുദ്ധ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത്, റബ്ബേ ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്ന്. എല്ലാവരും വുളൂ ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നതോ അള്ളാഹുവോടാണ്. എല്ലാവരും ചോദിക്കുന്നത് കൃത്യമായ സമയത്താണ്. പക്ഷേ ഈ ചോദ്യം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം എന്തേ വ്യത്യസ്തങ്ങളായ കക്ഷികളും വൈവിധ്യ ആശയങ്ങളും ആദർശ വൈജാത്യങ്ങളും സംഭവിക്കാനുള്ള കാരണം എന്താണ്? എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈ അടുത്ത് കാണാതെ പോയൊരു മൗലവിയുണ്ട്, ചേകന്നൂര് മൗലവി. എവിടെ പോയി എന്നറിയില്ല. ഒരു കുന്ന് JCB ഉപയോഗിച്ച് മാന്തി നോക്കി അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല. JCBക്ക് ഒരു പേര് കിട്ടി, ജനാബ് ചേകന്നൂര് ബാക്കവി എന്ന്. അതാണ് JCB എന്നുള്ള ഷോർട്ട് ഫോം എന്നാണ് പറയാറുള്ളത്. അയാൾക്ക് നിസ്കാരം എങ്ങനെ എപ്പോൾ എത്ര എന്നുള്ള പുസ്തകമുണ്ട്. നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ബുക്ക് എന്നാണ് അതിൻ്റെ പേര്. നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ബുക്ക്. കാരണം ളുഹറും മഗ്രിബും ഖുർആൻ വിരുദ്ധം എന്നാണ് പറയുന്നത്. ളുഹർ സ്കരിച്ച കാഫിറാവും, മഗ്രിബ് സ്കരിച്ച ഫാസിഖാവും. അങ്ങനെയാണ് അയാളെ വാദം. ഇന്ന് രണ്ട് ഗ്രൂപ്പാണ്, ആകെ കുറച്ച് ആളുകളുള്ളൂ. KSS KSF, ഖുർആൻ സുന്നത്ത് ഫെഡറേഷൻ, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, രണ്ട് വിഭാഗമായി പ്രവർത്തിക്കുകയാണ്. അവർക്കാണെങ്കിൽ 2 റക്അത്ത് മാത്രമാണ്. എല്ലാ നിസ്കാരവും 2 റക്അത്താണ്. ആളില്ലാത്ത പോസ്റ്റിക്ക് എന്തിനാ ഗോൾ അടിക്കുന്നത്? സലാം വീട്ടിലൊന്നുമില്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ആളില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതും ആവശ്യമില്ല. സുജൂദ് ഒന്ന് മതി. റുക്കൂ ആയാൽ കൊള്ളാം,
ഫാത്തിഹ മതി, മറ്റൊന്നും വേണ്ട. ഇതാണ് അവര്. അപ്പൊ ഈ നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ബുക്ക് എന്നാണ്. പഴയ കാലത്ത് തൈലത്തിന്റെ പരസ്യം ഉണ്ടായിരുന്നു. ഈ കൊട്ടൻ ചുക്കാതി തൈലം, ശുദ്ധമർമാണി തൈലം എന്ന് പറഞ്ഞിട്ട് ഈ പഴയ ഓട്ടോകളിൽ കൈവേദന, കാലുവേദന, മുട്ടുവേദന, കഴുത്തുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തൈലത്തിന്റെ പരസ്യം കാണാം. അപ്പോൾ ഒരു ഓട്ടോ മറിഞ്ഞു, ഈ ടൈപ്പ് ഓഫായിട്ടില്ല, സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രായമായ ആളിങ്ങനെ പോയി നോക്കുമ്പോൾ മുട്ടുവേദന, അരവേദന, കഴുത്തുവേദന എന്ന് പറഞ്ഞപ്പോൾ ഈ 3 വേദന അയാൾക്കുണ്ട്. അപ്പം അയാൾ അതിനൊരു ചെറിയൊരു കുപ്പി എടുത്തു. അപ്പോൾ പറഞ്ഞു, വലുതെടുത്തോളൂ, അതാണ് നിങ്ങൾക്ക് ലാഭം എന്ന് പറഞ്ഞ പോലെ പരസ്യം കേമാണ്. അപ്പൊ ഇയാള് പറയുന്നത് എന്താണ്? നിസ്കാരം അത് 3 മതി, 3 നേരം മതി എന്നാണ് പറയുന്നത്. അയാളും പറയുന്നത് എന്താ? പടച്ചവനെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്ന. ഞങ്ങൾ ആ ഭാഗത്ത് യഥാർത്ഥ ദീൻ എന്നിട്ടൊരു പുസ്തകം എഴുതിയ ഒരാളുണ്ട്. സുന്നി, മുജാഹിദ്, ജമാഅത്ത്, AP, EK എല്ലാവരും നരകത്തിലാന്നാണ് അവരെ വാദം. അയാളെ പാർട്ടിയിൽ അയാൾ മാത്രമേ ഉള്ളൂ. പ്രസിഡന്റും സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറിയും ഒക്കെ മുപ്പരനെയാണ്. അപ്പൊ അയാള് പുസ്തകം എഴുതിയിട്ടുണ്ട്. അയാൾ പറയണത് എന്താ പറഞ്ഞാൽ, അള്ളാഹു പറഞ്ഞ തന്നെ പറയലാണ്ട് വബിയാലയൊക്കെ വെട്ടി ഒന്ന് മാത്രം നിർത്തിയാണ് ഖുർആനിൽ. അയാള് ഖബർ വിശാലാകാൻ ദ്വാരക്കാൻ പാടില്ല എന്നറിയണം. കാരണം എന്താ പറഞ്ഞാൽ ഈ ഹുരുഡീസോ അതല്ലെങ്കിൽ വാർക്കോ എന്താണെങ്കിൽ അത് നെഞ്ഞിലേക്ക് വീഴുന്നതാണ്. ഖബറാണ് വിശാലായാൽ ആണ് വീഴൂലേ. ഇവിടെ എന്താ വെക്കല് മരോ പല ഇങ്ങനെയുള്ള വാദം ഉന്നയിക്കുന്ന അയാളും പറയുന്നത് പടച്ചോനെ നേരായ മാർഗത്തിലൂടെ നയിക്കണമെന്നാണ്. അപ്പൊ എവിടെയാണ് പ്രശ്നം? എന്താണ് പ്രശ്നം? അതാണ് ഖുർആൻ പറഞ്ഞത്, ഫഇന്നാമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ ഫഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ റസൂലിന്റെ വഹയിന് സാക്ഷികളായ മഹാന്മാരായ സ്വഹാബത്ത് എന്ന പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങൾ, അവരുടെ സംസ്കാരവും ആദർശവും വിശ്വാസവും എങ്ങനെയാണോ, അവര് ഏത് രൂപത്തിൽ വിശ്വസിച്ചു, എന്ത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, ഏത് ആചാരങ്ങൾ അനുവർത്തിച്ചു, ആ ഒരു വിഷയവുമായി മുന്നോട്ട് പോകുന്നുണ്ടോ ഫഖദ് ഇഹ്തദൗ, അവർക്ക് ഹിദായത്ത് ലഭിക്കും. ഇതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, സ്വഹാബത്തിലെ താജുൽ ഔലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ. ആരാണ് സ്വഹാബത്തിനെ പിൻപറ്റുന്നവർ? ആരാണ് സ്വഹാബത്തിന്റെ സംസ്കാരം സ്വീകരിക്കുന്നവർ? സ്വഹാബത്തിനെ തള്ളിയെന്ന് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തും ചെയ്യുന്നതും ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞവരുണ്ട്. സ്വഹാബത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബേസിക്കലി നെയിം ഒറിജിനൽ ആധാർ കാർഡിൽ അബ്ദുൽ കഅബ എന്നാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിലേ അബ്ദുൽ കഅബ. അന്നില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല. സപ്പോസ് ഉണ്ടായിരുന്നുവെങ്കിൽ പേരതാണ്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് 7ാമത് ജന്മം നൽകിയതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 6 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. ഗർഭിണിയാവും, പ്രസവിക്കും, കുഞ്ഞു മരിക്കും. അങ്ങനെ 6 എണ്ണം കഴിഞ്ഞപ്പോൾ 7ാമത് ഗർഭിണിയായപ്പോൾ വിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കൽ പോയി ആ കഅബാലയത്തിന്റെ ചാവി കയ്യിൽ പിടിച്ചു. വിശുദ്ധ കഅബാലയത്തിന്റെ ചാവിക്ക് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ഇന്നും താക്കോൽ സൂക്ഷിപ്പുകാർ അവർ പ്രത്യേക കബീലകളാണ്, വിഭാഗങ്ങളാണ്. വിശുദ്ധ കഅബാലയത്തിന്റെ ചാവി സംസാരശേഷിയില്ലാത്തവരുടെ വായിലിട്ടാൽ സംസാരശേഷി തിരിച്ചു കിട്ടുമെന്നാൽ ജാമിഉൽ ലത്തീഫ് പോലെയുള്ള കിതാബുകളിലുണ്ട്. പഴയ ചാവികളൊക്കെ ഹുദൈബിയയിലേക്ക് പോകുമ്പോഴുള്ള മ്യൂസിയത്തിൽ കാണാം. ആ വിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കൽ വന്ന ചാവി കയ്യിൽ പിടിച്ച് ഉമ്മ പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് സുരക്ഷിതമായ രൂപത്തിൽ ഈ കുഞ്ഞിനെ തന്നാൽ
ആ കുഞ്ഞിനെ തെറ്റായി ഗണിക്കപ്പെടുന്ന എന്തെല്ലാം കുറ്റകൃത്യങ്ങളുണ്ടോ ഒന്നിലും പെടുത്താതെ ഞാൻ സ്പിരിച്വലി മൈൻഡോട് കൂടെ ആത്മീയമായ സിറ്റുവേഷനിൽ ഞാൻ വളർത്താൻ പ്രതിജ്ഞയെടുക്കുന്നു. അങ്ങനെ കുഞ്ഞിന് ജനിച്ചപ്പോഴാണ് അബ്ദുൽ കഅബ എന്ന പേര് വന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേര് മാറ്റിയിട്ട് അബ്ദുള്ള എന്നാക്കി. ആദ്യമായി ദീനിലേക്ക് വന്നതുകൊണ്ട് അബൂബക്കർ, ബക്കർ, ബുഖറ, ബുഖൂർ, നേരത്തെ വന്നവർ എന്നർത്ഥം കൊണ്ട് ആ പേര് വന്നു. ഇസ്രാ മിഅ്റാജിന്റെ അടുക്കൽ അത് നബി തങ്ങൾ പോയി വന്നപ്പോ അതിനെ ഒരു നിലക്കും യുക്തി കൊണ്ടളക്കാതെ അംഗീകരിച്ചത് കൊണ്ട് സിദ്ദീഖ് എന്ന പേര് കിട്ടി. നബി തങ്ങളോട് കൂടെ ഹിജറ പോവുകയും ജീവൻ പരിയർപ്പിച്ചുകൊണ്ട് ത്യാഗത്തോടു കൂടെ പോയപ്പോൾ സ്വാഹിബ്, സഹചാരി എന്ന പേര് കിട്ടി. ഒരു തെറ്റും ചെയ്യാതെ ഓരോ സ്വഹാബിമാരുടെ ആദ്യകാല ജീവിതം വ്യത്യസ്ത രൂപത്തിലായിരുന്നുവെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ വളർന്നത് കൊണ്ട് അതീഖ് എന്ന പേര് വന്നു. അങ്ങനെ വ്യത്യസ്ത പേരുകൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ കുറ്റ്യാടി പോയപ്പോൾ കുറ്റ്യാടിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ പേര് മൂരികുത്തി എന്നാണ്. അപ്പോൾ ഒരാളവിടെ മൂരി കുത്തിയപ്പോൾ ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് മൂരികുത്തി എന്നാണ്. 23 വർഷമായിട്ട് ഞാൻ ദർശനത്തിലും കുമരമ്പത്തൂർ പള്ളിക്കുന്ന് എന്ന സ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പുള്ള സ്റ്റോപ്പിൻ്റെ പേര് വിസപ്പടി എന്നാണ്. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ആളുകളുടെ പേരുകളും സംഭവങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും എന്നർത്ഥം. അപ്പൊ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട 1-2 സംഭവങ്ങൾ. ഹബീബായ നബി തങ്ങൾ അവിടുന്ന് വഫാത്തായ ഉടനെ ആദ്യം ബഹുമാനപ്പെട്ടവർ ചെയ്തതെന്താ? അവിടുത്തെ മുഖത്തെ തുണി പൊക്കി. ജനാസയുടെ തുണി ഇങ്ങനെ മുഖത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊക്കിയിട്ട് ഒന്ന് ചുംബിച്ചു. സ്വാലിഹീങ്ങളെ ചുംബിക്കൽ സുന്നത്തുണ്ട് ജനാസ. അങ്ങനെ ചുംബിച്ചതിന്റെ ശേഷം പറഞ്ഞു, ബിഅബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ ബാപ്പയും എൻ്റെ ഉമ്മയും അങ്ങേക്ക് തണ്ടം. അല്ലാഹുവിന്റെ ഹബീബേ, വഫാത്തായ നബി തങ്ങളെയാണ് വിളിക്കുന്നത്. സുന്നികളും നോൺ സുന്നികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം വഫാത്തായവരെ വിളിക്കാമോ മരിച്ചവരോട് സഹായം ചോദിക്കാമോ എന്ന വിഷയത്തിലാണ്. ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് ഒരാളും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നൂറ്റാണ്ടുകളിലൂടെ വ്യവസ്ഥാപിതമായി നിർദ്ദേശിക്കപ്പെട്ടിരുന്ന കൃത്യമായ ആദർശമാണ്. മഹാന്മാരോട് സഹായം ചോദിക്കൽ എല്ലാ നിലക്കുമുള്ള പ്രമാണബദ്ധമായി സുസ്ഥിരമായി സ്ഥിരീകരിക്കപ്പെട്ട വസ്തുനിഷ്ഠമായ സംഭവമാണ്. മഹത്തുക്കളോട് സഹായം ചോദിക്കുക എന്ന വിഷയം ഇത് ലോകം മുഴുവനും അംഗീകരിക്കുമ്പോൾ ഇബ്നു തൈമിയ്യ വന്നിട്ടാണ് വമിൻഹും മൻ അൻസബഹു ഇല സന്ദഖ. ഇബ്നു തൈമിയ്യയെ ഒരുപാട് ആളുകൾ സിന്ദീഖ് എന്ന് പറയാനുള്ള കാരണം, മതവിരോധി എന്ന് പറയാൻ കാരണം, നബി തങ്ങളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന വാദം ലോകത്ത് കൊണ്ടുവന്നപ്പോഴാണ്. വഹാബികൾ അത് കൊണ്ടുവരുമ്പോൾ മൗദൂദികളും അത് പറയുന്നു. ഖാദിയാനികളും അഹ്മദിയ്യ സന്ദേശം എന്ന പുസ്തകത്തിൽ പറയുന്നു അത് ശിർക്കാണ് എന്ന്. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ഫതാവ റഷീദിയ്യ എന്ന് പറയുന്നവരുടെ പുസ്തകത്തിൽ അത് പറയുന്നു. ചേകന്നൂര് നിസ്കാരം എങ്ങനെയപ്പോൾ എത്ര എന്ന പുസ്തകത്തിൽ പറയുന്നു. സ്ട്രൈറ്റ് പാത്ത് ഖുർആൻ പഠനവേദി എന്ന് പറയുന്ന മലപ്പുറത്തൊരു പ്രസ്ഥാനമുണ്ട്. 300 ആളെ കൊണ്ട് തുടങ്ങി 30 ആളുമായി പ്രവർത്തിച്ച് 3 ആളുമായി കഴിയുന്ന പുരോഗതിയുള്ളൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉള്ളവരോട് പറയുന്നതും എന്താണ്? ഇസ്തിഗാസ ചെയ്യൽ ശിർക്കാണ് എന്നാണ്. മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. ഇൻ ബ്രാക്കറ്റ് ബഹുദൈവാരാധനയാണ്. തിരുസുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതും ഉത്തമ നൂറ്റാണ്ടുകളിൽ നിലനിൽക്കുന്നതുമായ ആശയം ഇതാണ്. ഇതാണ് നദ്വത്തുൽ മുജാഹിദീൻ പറഞ്ഞത്.
സഹായം ചോദിക്കൽ 4 രൂപത്തിലാണ്. 4. ഇപ്പം മദ്ഹബുകൾ 4ആണല്ലോ: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഷാഫികളല്ല അധികം ഉള്ളത്. ഹനഫികളുണ്ടല്ലേ? കോട്ടയം ഭാഗത്തൊക്കെ കാണാം. അങ്ങനെ ഉണ്ട്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. അല്ലാഹു തആല ഇറക്കിയ ഖുർആൻ, ഇഞ്ചീൽ, സബൂർ, തൗറാത്ത് 4 കിതാബുകളാണ്. ദിക്കുകൾ: ന്യൂസ്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അല്ലേ? തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. പോത്തുകൾ 4ആണ്: നാട്ടുപോത്ത്, കാട്ടുപോത്ത്, ചെമ്പോത്ത്, മരപ്പോത്ത്. അപ്പോൾ മരപ്പോത്തിനെ എങ്ങനെ കാണുന്നു കുട്ടി ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞതാണ്, നിസ്കരിക്കാതെ കണ്ണാടിക്ക് നോക്കിയത്. വിഡ്ഢികൾ 4ആണ്: സുന്ദര വിഡ്ഢി, ജനറൽ വിഡ്ഢി, പമ്പര വിഡ്ഢി, അഖിലലോക വിഡ്ഢി. അങ്ങനെ നോക്കുമ്പോൾ ഈ 4കൾ പല സംഭവങ്ങളും 4കൾ. ഇസ്തിഗാസ 4 രൂപത്തിലാണ്: ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട്, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട്, മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട്, മരിച്ചവർ മരിച്ചവരോട്. ഇങ്ങനെ 4 രൂപത്തിലാണ് ഇസ്തിഗാസ, സഹായം ചോദിക്കുക. വേർഡിന്റെ മീനിങ് ഇസ്തിഗാസ തലബുൽ ഗൗസ്, സഹായം ചോദിക്കുക. അഭൗതിക വിഷയത്തിൽ, മനുഷ്യ കഴിവിന് അതീതമായ വിഷയത്തിൽ സഹായം ചോദിക്കൽ 4 രൂപത്തിലാണ്. ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട്. സ്വഹാബത്തിന് ഏത് പ്രശ്നങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നോ, അന സയ്യിദു വൽദി ആദം, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കും. ഒരാൾ നബി തങ്ങളടുക്കൽ വന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ വാഹനപ്പുറത്തുനിന്ന് വീഴുകയാണ്. പഴയ കാലത്തെ വാഹനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്നോവയാണ്, അന്നത്തെ കുതിര. ഇന്നത്തെ അംബാസഡറാണ് അന്നത്തെ ഒട്ടകം, അന്നത്തെ ഓട്ടോറിക്ഷയാണ് ഇന്നത്തെ കഴുത. അങ്ങനെയാണ് ഈ വാഹനങ്ങൾ തീർത്തി പോകണത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വാഹനങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ഭാഗത്തൊക്കെ വേറെ വാഹനമുണ്ട്. മുമ്പിൽ ജീപ്പിൻ്റെ പോലെയും ബാക്കിൽ ടെമ്പോന്. അല്ലേ? ടെമ്പോ വാഹനം, ഒരു തരം ടെമ്പോ, മഹീന്ദ്രൻ്റെ വണ്ടി തന്നെ ഉണ്ടല്ലോ. അതിൽ നായ്ക്കുറുക്കെന്ന് പറയും. നായയും അല്ല കുറുക്കനും അല്ല എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങളെ ഭാഗത്ത് അങ്ങനെ പറയാറുള്ളത്. അതേപോലുള്ള വണ്ടി അന്നുണ്ട്. ബഗല് എന്ന് പറയും, തട്ടുകുതിര എന്ന് പറയാം. കുതിരയല്ല, കഴുതിയല്ല, രണ്ടും കൂടിയുള്ള സംഭവത്തിനാണ് ഈ ബഗല് എന്ന് പറയുന്നത്. അപ്പം എല്ലാ വാഹനങ്ങളും വന്നിട്ടുണ്ട്. അപ്പം ഇയാൾ പറയാം, വാഹനപ്പുറത്ത് കയറാൻ കഴിയണില്ല, താഴെ വീഴാണ്. അപ്പം അങ്ങനെ ഉണ്ടല്ലേ, സ്കൂട്ടി ഓടുന്ന അധികം ആളുകളും വീഴാറുണ്ട്. ചിലവരൊക്കെ പ്രായമായ ആളുകൾക്ക് തൊക്കെ വണ്ടിയുണ്ട്. ഈ സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് തിരിയണം. അപ്പോൾ എന്താ വയ്ക്കുമ്പോൾ നിങ്ങൾ ഇതിൽ കൂടെ പോയിക്കോളി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ നിലക്കാണ് എന്തുള്ളത്, അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ എന്തോ അള്ളാഹു എല്ലാവർക്കും കാവൽ നൽകട്ടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലഖദ് ജാഅകൂദ ഒരു പ്രയാസം ഉണ്ടാവില്ല. മൂവായ ഉടനെ ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഹൈവേക്ക് തിരിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുക, അണ്ണാൻ ലോറിൻ്റെ ഡ്രൈവറെ ചൊല്ലിയിട്ടുണ്ടാവില്ല, നമ്മൾ ഓതിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുവാണല്ലോ. അപ്പോൾ ഇയാൾ പറയാം, വാഹനപ്പുറത്തുനിന്ന് താഴെ വീഴുകയാണ് എന്ന് പറഞ്ഞ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാം. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൊട്ട് കൊടുത്തു. ആ പ്രശ്നം തീർന്നു, അതോടുകൂടെ തീർന്നു. പിന്നെ അയാൾക്ക് ഏത് വാഹനം എങ്ങനെയും പോകാം. വേറെ സ്വഹാബി വന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബി തങ്ങളോട് പറഞ്ഞാൽ മറക്കുകയാണ്, എല്ലാ സംഭവം മറന്നു പോവുകയാണ്. ചില ആളുകൾക്ക് അങ്ങനെ മറക്കാറുണ്ട്. കൂടെ കൊണ്ടുപോകാൻ മറക്കും, കൊണ്ടുപോയി നേരിട്ട് ആരാൻ്റെ അടുത്ത് കൊണ്ടുവരും. അങ്ങനെ പല നിലക്കുള്ള മറവികൾ പല ആളുകൾക്കുണ്ടാകും. മറക്കാതിരിക്കാൻ 5 വക്ത് നിസ്കാര ശേഷം അലന്നസ്റ ഓതിയാൽ മതി. അത് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഫോണ്, അത് ഓതാൻ മറന്നു, ഇനി അത് മറക്കാതെക്കാൻ വേറെ അതാ ഓതാണ്ടെന്ന് വെച്ചു. അപ്പോൾ സാരസ്വതാരിഷ്ടം കുടിച്ചോളാം. അപ്പോൾ അത്രല്ല അതിനുള്ളത്. എല്ലാം മറക്കാതിരിക്കാൻ എന്നൊക്കെ വിഷയമല്ല. അവ ചുരുക്കി പറഞ്ഞാൽ ഞാൻ മറന്നു പോവുകയാണ്. അവന് വിത്തങ്ങൾ ആ മുണ്ട് തട്ടം, ആ തട്ടാണ് വിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ വിരിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടുന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. എന്തോ ഇങ്ങനെ ആക്ഷൻ കാണിക്കുക, ഒന്നും പറയുന്നില്ല, ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. അത് നെഞ്ചിനോട് കൂടാൻ വേണ്ടി പറഞ്ഞു. അത് നെഞ്ചിൽ വെച്ചോട് കൂടെ പിന്നെ ഞാൻ ഒന്നും മറന്നിട്ടില്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം. അതെങ്ങനെയാ? വേറെ സഹാബിയെ കൊണ്ടുവന്നു. ഖദ് ഉസീബ സലമ, ആള് വഫാത്തായിണ്, ഷഹീദായിണ് നബിയെ, രക്തമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. ഇതാള് മുമ്പിൽ കൊണ്ടുവന്നു. നബി തങ്ങൾ ഫനഫസ ഫീഹി സലാത്ത് നഫസാത്ത്, 3 ഊത്ത്, ഓടി, എണീറ്റോടി. അങ്ങനെയാ അതിനാ മുഇസ്സത്ത് എന്ന് പറയാം. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്.
ആ സംഭവങ്ങളൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണ് എന്നുള്ള നിലക്കാണ് അവിടുന്ന് ആ കാര്യങ്ങളെല്ലാം സ്വഹാബത്തിന് ചെയ്തു കൊടുത്തത്. അതിലെവിടെയാണ് ആരെങ്കിലും ശിർക്ക് ആരോപിച്ചോ? വേറെയും സംഭവങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി വഫാത്തായവരോട് സഹായം ചോദിക്കലാണ്. മഹ്ശർ ചെന്നാൽ ആളുകളൊക്കെ ഫൈദാഹും ഇസ്തഗാഥൂബി ആദം നബി അലൈഹി സ്വലാമിനോട് സഹായം ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവർ പറയുന്നത് ആകാശത്തല്ലേ. എന്താ ആകാശത്ത് ശിർക്ക് പറ്റുമോ? ഭൂമിയിൽ ശിർക്ക് പ്രശ്നമാണ്, ആകാശത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാ? അത് മുമ്പിലല്ലേ? അപ്പൊ ഈ ശിർക്കും തൗഹീദും എന്തായി? മൈലീസും കല്ലുമേ എന്നെ കണക്ക്, ദൂരെ ഡിസ്റ്റൻസും അല്ലാത്തതും. അപ്പൊ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ വെറുതെ ആളുകളുടെ മുമ്പിൽ പറയുക എന്നേ അതിനർത്ഥമുള്ളൂ. ഇനിയോ വഫാത്തായവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിക്കലാണ്. മയ്യത്ത് നല്ലതാണെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോ, ഖദ്ദുമൂനി പറയും. സഹീഹുൽ ബുഖാരിയാണ്. ജീവിച്ചിരിക്കുന്നവർ വഫാത്തായവരോട് സഹായം ചോദിക്കാം. നമ്മളൊക്കെ ഹബീബായ നബി തങ്ങളെ വിളിക്കാറുണ്ട്. യാ കിറമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി. ലോക മുസ്ലിമീങ്ങളൊക്കെ വിളിക്കാറുണ്ട്, ഇസ്തിഗാസ ചെയ്യാറുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന 1000 ഉംറ നിർവഹിച്ചവരാണ്. 1000 ഉംറ നിർവഹിച്ചവരാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ. കഅബാലയം തവാഫ് ചെയ്ത് ഹിജർ ഇസ്മായിലിന്റെ അടുക്കൽ സ്വർണ്ണപ്പാത്തിയുടെ താഴെ, ഹിജർ ഇസ്മായിലിന്റെ അടുക്കൽ സ്വർണ്ണപ്പാത്തിയുടെ താഴെ ബഹുമാനപ്പെട്ടവര് ഇന്ന് ദ്വാരിക്കുകയാണ്. അത്തഹിയാത്തോത് നിസ്കരിക്കുകയാണ്. സുന്നത്ത് ഇങ്ങനെ നിസ്കരിച്ച് സലാം വീട്ടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അതിൽ കഅബ വഅലൈക്കും സലാം, സലാം മടക്കി. സ്വർണ്ണപ്പാത്തിയുടെ താഴെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗം ചോദിക്കുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, സ്വർഗത്തിൽ ഇരുന്നിട്ടാണോ ഉസ്മാനെ സ്വർഗം ചോദിക്കുന്നത്? അത്ര വിശിഷ്ടമായ സംഭവമാണ് സ്വർണ്ണപ്പാത്തി എന്ന് പറയുന്ന ആ സ്വർണത്തിന്റെ അതിൻ്റെ താഴെയുള്ള ഇബാദത്തുകൾ. അത് അവിടെ വെക്കാൻ കാരണം ഇശാറത്തുൻ ഇലാ മദീനത്തി റസൂലില്ലാഹി, മദീനയിലേക്ക് തിരിച്ചിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അത് നേരെ തിരിയുന്നത് മദീനയിലേക്കാണ്. ആ പാത്തിയുടെ താഴെ ഒരു ചെറിയ ഒരു താഴ്ഭാഗത്തേക്കൊന്ന് വളച്ചിട്ടുണ്ട്. അഥവാ മദീനയിലേക്ക് നോക്കുമ്പോൾ വിനയാന്വിതനായി നോക്കണം എന്ന സൂചനയാണ്. അതൊക്കെ അതിലുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് കഅബാലയത്തിന്റെ അടുക്കൽ നിന്നിങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ കഅബ സലാം അടക്കുന്നത് കേട്ടു. എന്നിട്ട് കഅബ പറയാം, വൽ വഫ്ദു കസീർ വൽ ഹാജു ഖലീൽ. ആളുകൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്, യഥാർത്ഥ ലക്ഷ്യമുള്ള ആളുകൾ വളരെ തുലോം കുറവാണ്. ഇന്നല്ല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ ആ കാലഘട്ടത്തിൽ ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ കാലിന് എന്തോ മാരകമായൊരവസ്ഥ, ഞരമ്പ് ചുരുണ്ട് ഒന്നിച്ച് കാല് പൊട്ടി വീർത്ത് വലിയൊരു വിഷമം വന്നപ്പോ ഒരാൾ പറഞ്ഞു, ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, അങ്ങേക്ക് ഏറ്റവും മനസ്സിൽ ഇഷ്ടമുള്ള ആരെ അയാളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്. അതുൽ മുഫ്രദിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളെ വിളിച്ചോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി യൗസാഫുഹുമാ യംതഖി തഇദാദുഹാ വൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി. യാ റബ്ബി സ്വല്ലി ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു. ആ പ്രശ്നം തീർന്നു. 1-ാം നൂറ്റാണ്ടിൽ. ഹിജറ 2-ാം നൂറ്റാണ്ടെടുത്തോ നിങ്ങൾ. 2-ാം നൂറ്റാണ്ടിലെ അറിയപ്പെട്ട ഒരു മഹാനാണ് ഇബ്നുൽ മുൻകദിർ. സഹീഹുൽ ബുഖാരിയിൽ 36 സ്ഥലത്ത്, സഹീഹ് മുസ്ലിമിൽ 32 സ്ഥലത്ത് സ്ഥാനം പിടിച്ച, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും തൊട്ടടുത്ത പ്രമാണമായ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന വലിയൊരു വ്യക്തിത്വം. സംശയമുണ്ടാകുമ്പോ നബി തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയി നിൽക്കും, എന്നിട്ട് ചെവി വെക്കും. നിന്ന് ചെവി വെക്കണമെങ്കിൽ ഖബർ ഉയരം വേണം.
ഫഉതിബ ഫീ ദാലിക, എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പല ആളുകളും പറഞ്ഞപ്പോ ഇസ്തഗസ്തു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രശ്നങ്ങൾക്കുള്ള നിവാരണം കണ്ടെത്താൻ മുത്തുനബിയോട് ഞാൻ സഹായം ചോദിച്ചതാണ്, ഇസ്കാല് ചോദിച്ചതാണ് എന്നാ പറഞ്ഞത്. പരിഹരിക്കാറുണ്ട്. വരൂ ഹിജ്റ 3-ാം നൂറ്റാണ്ടിലേക്ക്. ആ 3-ാം നൂറ്റാണ്ടിൽ വഫാത്തായ അറിയപ്പെട്ട മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. പ്രശ്നങ്ങൾ